അഭിനയിക്കണേ. ഡയറക്ടറാണെങ്കിലും അണിയറ പ്രവർത്തകരെയൊക്കെ ഞാനൊക്കെ ശരിക്കും അവരെയൊക്കെ അത്രയും റെസ്പെക്ട്ഫുള്ളിയാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ ടെക്നോളജി അല്ലല്ലോ. ലാൽ സാറെ ശരിക്കും ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു എൻ്റെ മനസ്സിലെ സ്വപ്നത്തിൽ പോലും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. രണ്ട് ലെജൻസാണ്. എനിക്കതൊരു സൗഭാഗ്യമായിട്ടാണ് എന്നും കാണുന്നത്. ലാൽ സാറിൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത്. മലയാള സിനിമയിൽ ഇപ്പം ചിലർ അല്ലെങ്കിൽ കുറേ പേർക്കെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റ്സ് സിനിമയിൽ കൂടെ സാധിച്ചെടുത്ത ഒരാളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക കാതോട് കാതോര എന്ന സിനിമയിൽ തോളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ട്. അതേപോലെ പിന്നിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ എന്നുള്ള രാജാവിൻ്റെ മകളിൽ പാട്ട് സീനിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ വാങ്ങിച്ചിരുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ലാലേട്ടനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കേനെ കണ്ടിരുന്നോ? സാറെ കാണാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. രണ്ട് ലെജൻസാണ്. എനിക്കതൊരു സൗഭാഗ്യമായിട്ടാണ് എന്നും കാണുന്നത്. ലാൽ സാറിൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത്. മമ്മൂക്കനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കൂട്ടുകാരോടൊക്കെ തമാശയ്ക്കാണെങ്കിലും പറയും, എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളൊന്നും വേറെ ആർക്കും കിട്ടാൻ സാധ്യതയില്ല, തോളത്തൊക്കെ കയറിയിരുന്ന് യാത്ര ചെയ്യാൻ പറ്റാന്നൊക്കെ പറഞ്ഞു. അന്നൊന്നും അതിനെപ്പറ്റി കൊച്ചായിരിക്കുമ്പോ അതിനെപ്പറ്റി ഓർക്കില്ലല്ലോ. അത് കാതോട് കാതോരത്തിൽ അതൊക്കെ ഒരു സബർജില്ലി തോട്ടത്തിൽ കൂടെ മമ്മൂക്കയുടെ കയ്യിൽ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് അതൊക്കെ. എന്നിട്ട് അന്ന് കുറെ പറിച്ച് തിന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയൊരു ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഉറപ്പായിട്ടും മമ്മൂക്കേനെ കാണാൻ വേണ്ടിട്ട് പറ്റട്ടെ. താങ്ക് യു. പിന്നെ ആ ഒരു കാറ്റും മഴയും വരുന്ന ഒരു സീനുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ ടോട്ടൽ സിനിമയുടെ അവസാനത്തെ ഷൂട്ട് അതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ കാറ്റത്ത് ഈ ഇതിൻ്റെ മോൾ കൂരിയൊക്കെ ഒന്ന് പറന്നു അപ്പം അതുകൊണ്ട് അത് അവസാനത്തെ സീനായിരുന്നു. എന്നിട്ട് അത് ചെയ്തിട്ട് സാറ് ഭരതൻ സാറൊക്കെ നന്നായിട്ടുണ്ടടാ മോനെ എന്നൊക്കെ വന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്. അതൊരു ശരിക്കും എന്തോ മെഷീൻ വെച്ചിട്ട് മഴ പെയ്യിച്ചിട്ട് അപ്പം ഇത് കാറ്റത്ത് ഇതൊക്കെ പറന്നു പോകുന്നു, അപ്പം നനയുന്നു, പിന്നെ അതിനെ റീഫിൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു സീക്വൻസ് ആയിരുന്നു. അത് ശരിക്കും നല്ല ഒരു ഫുൾ നൈറ്റ് എടുത്തിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് നമുക്ക് കുട്ടികളാണെങ്കിലും എൻ്റെ റോള് വരുന്ന സമയത്ത് ഞാൻ ചെയ്യണമല്ലോ. ആ ഒരു സമയത്ത് ഫിലിമിലല്ലായിരുന്നോ ഷൂട്ട് ചെയ്തിരുന്നേ? അതെ, അത് പക്ഷെ എന്താണെന്നറിയില്ല. അത് ഞാൻ എപ്പോഴും ആ ഒരു സീൻ ഞാൻ ഒറ്റ ഇതിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അധികം എൻ്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇങ്ങനെ എടുത്തെടുത്തെടുത്തെടുത്ത് കാരണം അന്നൊക്കെ പറയുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ നോക്കും. പക്ഷെ അന്നൊക്കെ ഡയറക്ടറാണെങ്കിലും അണിയറ പ്രവർത്തകരെയൊക്കെ ഞാനൊക്കെ ശരിക്കും അവരെയൊക്കെ അത്രയും റെസ്പെക്ട്ഫുള്ളിയാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തെ ടെക്നോളജി അല്ലല്ലോ. ഇന്നിപ്പോ നമുക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അന്നെന്ന് പറഞ്ഞാൽ പറഞ്ഞതിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതവിടെ നഷ്ടമാണ്. ആ റീൽ അത്രയും പോയി പോവല്ലേ. ഇപ്പൊ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ണികളെ കഥയൊക്കെ എത്രയാന്നറിയോ നമ്മളെയൊക്കെ കൊണ്ട് കമൽ സാറ് കഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇങ്ങോട്ട് പോകാന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് 10 പേരെ കിടന്ന് 9 പേരാവും. 9 പേരെ കിടന്ന് ശരിക്കും അന്ന് അത്. പക്ഷെ നമുക്കതൊരു ഒരു ഒരു ട്രിപ്പ് പോലെയായിരുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കളിതമാശകളൊക്കെ ഒരു സൈഡിൽ നടക്കും, ഷൂട്ടിംഗ് വേറെ സൈഡിൽ നടക്കും. നമ്മുടെ സമയമാകുമ്പോൾ നമ്മുടെയൊക്കെ ഇങ്ങനെ മേച്ചോണ്ട് തോന്നിയിട്ടില്ല. സിനിമ ഷൂട്ടിംഗ് ആണെന്നുള്ളൊരു പ്രതീക ഉണ്ടായിരുന്നില്ല ഉണ്ണികളറിയാതെ. നമ്മളെല്ലാവരും കൂടെ ജോളിയാക്കലായിരുന്നു. ലാൽ സാറിന്റെ കൂടെ കണ്ടിരുന്നില്ല ലാൽ സാറിന്? സാർ എന്തായിരുന്നു പറഞ്ഞിരുന്നു? ഇൻട്രാക്ട് ചെയ്യാന്ന് തന്നെ പറഞ്ഞാൽ അതൊരു വലിയ, അത് പൊതുവേ നമ്മൾ മനസ്സിൽ കരുതിയത് സാറ് വരുന്നു, സാറ് പരിപാടി കഴിഞ്ഞാൽ സാറിൻ്റെതായിട്ടുള്ള ബിസി ഷെഡ്യൂളായിട്ട് നീങ്ങിയിരിക്കുന്ന. പക്ഷെ അതിന് തികച്ചും വ്യത്യസ്തമായിട്ട് നമ്മുടെ കൂടെ മിങ്കിൾ തന്നെയായിരുന്നു ആള്. അത് അങ്ങനെയുള്ള ഒരു ലാൽ സാറെ ശരിക്കും ഞാൻ പേഴ്സണലി അങ്ങനെ ഒരു എൻ്റെ മനസ്സിലെ സ്വപ്നത്തിൽ പോലും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നില്ല. സാറ് നമുക്ക് കുറച്ച് നേരത്തേക്ക് കിട്ടും, അത് കഴിഞ്ഞാൽ സാറിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് സാറ് പോകുന്നു.
സാറിന് ഈ കുട്ടികളെ ഭയങ്കര ആ, ഇഷ്ടമാണ്. സാറ് ഇപ്പം ബറോസ് ഡയറക്റ്റ് ചെയ്തല്ലോ, അപ്പൊ ആ. കുട്ടികളെ ഭയങ്കരമായിട്ടും കാര്യമായിട്ടാണ്. കാര്യമായിട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത്. അല്ല, ഇത്രയും വലിയ ആൾക്കാരായിട്ടും സാറ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും രീതി. നമ്മളോട് ഇടപഴകുന്ന രീതികളൊക്കെ വളരെ ഇതായിട്ടായിരുന്നു കേട്ടോ. പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുമ്പം എങ്ങനെയാണ് പോകുന്നത്? ഞാൻ ഒരു ബാങ്കിങ് മേഖലയിലായിരുന്നു, 10 വർഷത്തോളം ബാങ്കിങ് മേഖലയിലായിരുന്നു. അതൊക്കെ റിസൈൻ ചെയ്ത് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാനും വൈഫും കൂടിയാണ് നടത്തുന്നത്. ഇപ്പം വൈഫാണ് കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്. ഞാനിപ്പം ഒരു NGO MHAT എന്ന് പറഞ്ഞിട്ട് ഒരു NGO ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അവിടെ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വൈൽഡ് ലൈഫ് യാത്രകൾ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ട് പൊതുവെ കുറച്ചൊന്ന് കുറഞ്ഞ് എന്നുള്ള രീതിക്കാണ്. എന്നാലും കിട്ടിയ സന്ദർഭങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് ബാങ്കിങ് സെക്ടറിലുള്ള സമയത്ത് തന്നെയാണ്. ബാങ്കിങ് സെക്ടറിൽ എൻ്റെ അവസാനം വർക്ക് ചെയ്ത ബാങ്കിലെ മാനേജർ സാറാണ് ശരിക്കും ഇങ്ങനെയുള്ളൊരു യാത്രകളെ പറ്റിയിട്ടൊക്കെ പ്രൊമോട്ട് ചെയ്തത്. നമ്മൾ പൊതുവേ പട്ടണങ്ങൾ കാണുക, അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ബിൽഡിങ്സ് അങ്ങനെയുള്ളതൊക്കെ ഇപ്പം മൈസൂർ പാലസ് പോയി കാണാം, അങ്ങനെയൊക്കെയാണ് പൊതുവേ യാത്രകൾ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യും. പക്ഷെ കാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യാം, കാട് കണ്ട് ആസ്വദിക്കാം എന്നൊക്കെയുള്ള പോലെ പക്ഷിമൃഗാദികളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ വിശേഷതകളൊക്കെ മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയുള്ള ആശയം സാറാണ് പകർന്നു തന്നത്. സാറിങ്ങനെ കൊണ്ടുപോകും യാത്ര. സാറിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് നമ്മളെയൊക്കെ കൂട്ടും. അങ്ങനെ നമ്മൾക്ക് അപ്പോൾ എനിക്ക് അത് വലിയൊരു ഒരു ആനന്ദം എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരവസ്ഥയായിരുന്നു. ശരിക്കും അത് എൻജോയ് ചെയ്യുമായിരുന്നു സാറിനോട് അത്തരത്തിലുള്ള യാത്രകൾ. അപ്പം ആനേനെ പറ്റി പറഞ്ഞു തരിക, അങ്ങനെയൊക്കെയുള്ള നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള യാത്ര. സാറെടുത്ത ഫോട്ടോയ്ക്ക് ഒരു അവാർഡ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ക്യാപ്ചർ ചെയ്തൊരു മൊമെന്റ് എന്തായിരുന്നു? അത് ഈ ബുൾബുളാണ് ശരിക്കും ആ ഫോട്ടോയിൽ ഉള്ളത്. അപ്പം അത് വളരെ യാദൃശ്ചികമായിട്ട് റോഡ് എനിക്കൊന്ന് മുത്തങ്ങ ഭാഗത്ത് എവിടെയോ ആണ്. അപ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയപ്പം എൻ്റെ പക്ഷികൾ അവിടെ ഇങ്ങനെ ഒരു കമ്പിൻ്റെ മേലെ ഇരിക്കുന്നത്. അപ്പം അതിനിപ്പോൾ അടുത്തത് പറക്കാനായിരിക്കും സാധ്യത എന്നുള്ളൊരു തോന്നല്. വെറുതെ കുറച്ച് മറ്റേ സ്പീഡിൽ ഷട്ടർ ഇട്ടിട്ട് ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് കറക്റ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ രണ്ടും ഇപ്പോൾ ഈ ഇതിൻ്റെ പ്രീമേറ്റിംഗ് ഒരു ഇവൻ്റാണ്. അതിങ്ങനെ ഇങ്ങനെ എയറിൽ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ അത് ആണ് ക്യാപ്ചർ ചെയ്തത്. പക്ഷെ അത് അപ്പോൾ ഒന്നും തീരെ എങ്ങനെ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഞാൻ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുന്ന സമയത്താണ് കറക്റ്റ് ആ ഒരു എയറിൽ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഒരു പിക്ചർ കിട്ടിയെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു വനം വകുപ്പിൻ്റെ ഒരു കോൺടെസ്റ്റ്. അത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുവരെ ഓഫ്ലൈൻ ആയിരുന്നു കോൺടെസ്റ്റ്. ഇത് ആദ്യമായിട്ട് ഓൺലൈൻ കോൺടെസ്റ്റ് ഓർഗനൈസ് ചെയ്യുക. എല്ലാം നമ്മുടെ ഇഷ്ടപ്പെട്ട 5 പടങ്ങൾ നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ അത് അവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓൺലൈൻ വഴിക്ക് ഇവാലുവേറ്റ് ചെയ്ത്, അപ്പം ആരയക്കുന്നു എന്നുള്ളതൊന്നും അവർക്ക് ഡിസ്ക്ലോസ് ആയിരിക്കില്ല. അങ്ങനെ എന്തോ കുറച്ചും കൂടെ സേഫ്റ്റി അഷ്യൂർ ചെയ്തിട്ടുള്ള അതിലാണ് എനിക്ക് ഒരു തീർച്ചയായിട്ടും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും നമുക്ക് റിവാർഡ്സ് കിട്ടാറ് നമ്മുടെ പേഷ്യൻസിനനുസരിച്ചിട്ടാണ്. ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മൊമെന്റ് നമുക്ക് കിട്ടില്ല. ഈവൻ ലൈറ്റിംഗ് അടക്കം അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ സ്പെൻഡ് മന്ത്സ് ഒരു പർട്ടിക്കുലർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഏകദേശം 1 ആഴ്ച 2 ആഴ്ച 1 മാസത്തോളമൊക്കെ നമ്മൾ തിരിഞ്ഞു കളിച്ചിട്ടുണ്ട് ആ ഒരു പ്രദേശത്ത്. ആ ഒരു പർട്ടിക്കുലർ മൂമെൻറ്റും ആ പർട്ടിക്കുലർ ഒരു ഫോട്ടോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം പക്ഷേ അത് റിവാർഡിങ് ആണ് കേട്ടോ. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിവാർഡിങ്. അപ്പം ലെപ്പേർഡിൻ്റെ അടക്കം നമുക്ക് നല്ല നല്ല ഫോട്ടോസ് കിട്ടിയത് നമ്മൾ ഫ്രീക്വൻസി ഓഫ് ട്രാവൽ കൂട്ടിയപ്പോഴാണ്. മറ്റേത് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ 6 മാസത്തിലൊരിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതിന് പകരം നമ്മൾ 2 വീക്സിൽ എന്നൊക്കെയുള്ള രീതിക്ക് വീക്ക്ലി വൺസ് എന്നൊക്കെയുള്ള രീതിക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് റിസൾട്ട് ശരിക്കും കിട്ടിത്തുടങ്ങിയത്. എന്താ വെച്ചാൽ അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, ഇത് എവിടെ നമുക്ക് ഏത് ഏരിയയിൽ. അതെ, പിന്നെ ആൾക്കാരും സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. വനമേഖലയിലുള്ള ആൾക്കാരും നമുക്ക് ഹെൽപ്പ് ചെയ്യും, ഗൈഡ് ചെയ്യും, ഒത്തിരി സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടാണ്, റിവാർഡ്സ് ആണ് ഇതൊക്കെ. പിന്നെ സാറിൽ നിന്ന് ജോലിയൊക്കെ രാജിവെച്ച് സാറിൽ നിന്ന് മാറിയ സമയത്തും ഈ ഒരു സ്വാതന്ത്ര്യം എനിക്ക് കൂടി. ഇപ്പം ബിസിനസ്സായ സമയത്ത്
എനിക്ക് എൻ്റെതായ കുറച്ച് സമയം കൂടുതൽ കണ്ടെത്താൻ പറ്റും. മറ്റേത് നമ്മൾ പലവരോടും ആൻസറബിൾ ആണ്. ഇപ്പോൾ സാറോട് പറയണം പോകണമെങ്കിൽ, അല്ലെങ്കിൽ സാറിൻ്റെ പെർമിഷൻ വാങ്ങണം. ഇതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വൈഫും ആയിരുന്നു. എൻ്റെ താല്പര്യങ്ങൾ എന്താണോ എന്നാൽ അതാവട്ടെ എന്നുള്ളൊരു സ്വാതന്ത്ര്യം തന്ന ഒരാളായിരുന്നു. അപ്പോൾ അവള് ഞാൻ എൻ്റെ അഭാവത്തിൽ അവൾ അതുപോലെ കാര്യങ്ങൾ, ബിസിനസ്സിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ കേപ്പബിളുമായി. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള വൈഫും മോളും എങ്ങനെയാ പണ്ടത്തെ സിനിമകൾ, സാറിന്റെ സിനിമകളൊക്കെ കണ്ടിട്ട് അഭിപ്രായം പറയാറുണ്ടോ? പൊതുവേ എൻ്റെ സിനിമകളിലൂടെ കാണുന്നൊരു പ്രവണത ഇല്ല. പ്രോത്സാഹനമല്ല, അവർ എൻജോയ് ചെയ്യും കേട്ടോ. ഞാൻ അഭിനയിച്ച പടങ്ങളൊക്കെ ശരിക്കും മോളാണെങ്കിൽ ഒട്ടുമുക്ക പടങ്ങളൊക്കെ അവൾ കണ്ടിട്ടുമുണ്ട്. അവൾക്കത് താല്പര്യമാണ്. പക്ഷേ ഞാൻ പേഴ്സണലി എനിക്ക് ആ മേഖലയിലേക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർ എന്നോടും അത്തരത്തിലാണ്. അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക അങ്ങനെയായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ പടങ്ങൾ, പുതിയ പടങ്ങളൊക്കെ കുറച്ചും കൂടെ റിവ്യൂ നോക്കിയിട്ടായിരിക്കും പൊതുവേ ഞാൻ കാണാറ്. പിന്നെ എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ പോയി കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു 3 മണിക്കൂറൊക്കെ പോയി ഇരുന്ന് കാണൽ ഇപ്പോൾ നടക്കുന്നില്ല. പിന്നെ വേറെ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയടച്ച് പോകുന്ന സമയത്ത് ആ സമയത്ത് ഷോ എവിടെയും ഉണ്ടാവില്ല. മറ്റേ ലുലു മാളിൽ ആണ് ഒരു ഷോ 10:20 അങ്ങനത്തെ ഒരു ഷോ. അത് കഴിഞ്ഞിറങ്ങാന്ന് പറഞ്ഞാൽ 2 മണിയാവും തിരിച്ചുവിടെ എത്താം. അപ്പം ആ ഒരു ദിവസം തന്നെ നമുക്ക് പിന്നെ നെക്സ്റ്റ് ഡേ അത് ക്യാരി ഫോർവേഡ്, ക്ഷീണമൊക്കെ ക്യാരി ഫോർവേഡ്. അപ്പോൾ ഇപ്പോഴത്തെ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTTക്ക് വേണ്ടി കാത്തുവെക്കും. OTT ഏതിലാണോ റിലീസ് ആവുന്നത് അത് നമ്മൾ ഇവിടെ ഇരുന്നിട്ട്, പിന്നെ സ്വാതന്ത്ര്യമുണ്ട്, പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാം, അല്ലെങ്കിൽ കുറച്ച് നീട്ടി 3 മണിക്കൂർ ഇരിക്കണം എന്നില്ല. അങ്ങനെയൊക്കെയുള്ള സൗകര്യം നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ആൾക്കാരാണ്. അതെ 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 സത്യമാണ്. ഇപ്പം ഞാനൊക്കെ കൂടുതൽ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പർച്ചേസിംഗ് ആണ്. ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു ഇതെല്ലായിടത്തുനിന്നും ഓൺലൈൻ പർച്ചേസിംഗിൽ ചെയ്തതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ എനിക്ക് വ്യത്യസ്തമായിട്ട് കണ്ണിൽ പെട്ടതാണ് ഈ ക്യാമറാസ്. ഭയങ്കര ആന്റി കളക്ഷൻസ് സാറിന്റെ കയ്യിലുണ്ട്. അതുപോലെ ടൈപ്പ് റൈറ്റർ. അത് അച്ഛൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അച്ഛൻ ക്യാമറയൊക്കെ യൂസ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആളായിരുന്നു. അപ്പം അച്ഛൻ്റെ കാലശേഷം അച്ഛൻ്റെ റൂമിൽ നിന്ന് കിട്ടിയിട്ടുള്ള അമൂല്യ വസ്തുക്കളിൽ പെട്ടതാ അതൊക്കെ. അപ്പം അത് ഞാനത് പൊടി തട്ടി. അതിപ്പോഴും ഫങ്ഷനല്ല, എല്ലാം ഫങ്ഷനല്ല. പക്ഷെ അതിൻ്റെ റോ മെറ്റീരിയൽസ് അവൈലബിൾ അല്ല. ആ റീല് എന്തോ സിംഗിൾ പീസ് എന്തോന്നാണ്, അങ്ങനെ എന്തോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് അത് ഇങ്ങനെ ഒരു തുണി കൊണ്ട് ഇങ്ങനെ മറച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ റീലിടാൻ. എന്നിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തോ ഒരു സംവിധാനമാണ് ആ സിങ്ക്രണോ ബോക്സ്. മറ്റേത് യാഷിക്കയുടെ, നമ്മുടെ കോണിക്കയുടെ ഒക്കെ റീലുണ്ടല്ലോ, റീല് കിട്ടിയാൽ അതും ഫങ്ഷണലാണ്. പക്ഷെ റീലൊന്നും ഇല്ല. അതും ഇത് തന്നെയാണ്, കൊഡാക്കിൻ്റെതും റീലുള്ളതാണ്. പക്ഷെ അത് ഈ പോയിന്റ് ആൻഡ് ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ ആദ്യം വന്ന ക്യാമറ. അത് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്. അതൊരു ഒറ്റ ഫ്രെയിമേ കിട്ടുള്ളൂ. അത് ഫിക്സ് ചെയ്തോളും, അത് ഫോക്കസ് ഫിക്സ് ചെയ്തോളും. നമ്മളിങ്ങനെ നോക്കുക, ക്ലിക്ക് ചെയ്യുക, അപ്പോൾ താനെ അടുത്ത റീലിൽ പോകും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അത് മറ്റേ മേഖലയിൽ നിന്ന് കുറച്ചും കൂടെ ഡിജിറ്റൽ ഇതിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. ടൈപ്പ് റൈറ്റർ അച്ഛൻ ബാങ്ക് ഉദ്യോഗം നടത്തുന്ന സമയത്ത്, ഈ ഓഡിറ്റിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യം. ലാപ്ടോപ്പ് ഒന്നും ഇല്ലല്ലോ ആ കാലഘട്ടത്തിൽ. ഇല്ല ഇപ്പൊ ടൈപ്പ് റൈറ്റർ കാണാനേ കിട്ടാറില്ല. അത് ഈ കോമ്പാക്ട് സാധനം വളരെ ഇതാണ്, കിട്ടാൻ നല്ല പ്രയാസമാണ്. അതെ, അതും അച്ഛൻ്റെ ഒരു കളക്ഷനിലുള്ളതാ. കാലഘട്ടത്തിൽ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്തൊക്കെ TV ഒക്കെ കാണണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന രീതിക്കുള്ള. പക്ഷെ അത് ഏരിയൽ, നമ്മുടെ പഴയ കാലത്തെ ഏരിയൽ ഇതിലും റിസപ്ഷൻ മാത്രമേ കിട്ടുള്ളൂ. മറ്റേ കേബിൾ കുത്ത് അങ്ങനത്തെ ഒരു സംവിധാനമില്ല. ഇപ്പോഴും ഇങ്ങനെ ഇത് വരും ഇടയ്ക്കിടെ, ഇങ്ങനെ ഒരു സിഗ്നലൊക്കെ ഇങ്ങനെ ആളുടെ രൂപമൊക്കെ ഇങ്ങനെ മാഞ്ഞ് തെളിഞ്ഞൊക്കെ വരും. പക്ഷേ കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള റിസപ്ഷൻ പിടിക്കില്ല, വർക്കിംഗ്. പക്ഷേ വീട്ടിലോട്ട് കയറി വന്നപ്പോൾ മൊത്തത്തിൽ ഭയങ്കര ഒരു ഐശ്വര്യം, ഭയങ്കര പോസിറ്റീവ് വൈബായിട്ട്. ഇതിന്റെ ഇന്റീരിയർ അതും അവിടെ കോഴിക്കോട് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് കംപ്ലീറ്റ്. ഇത് കടയായിരുന്നു, താഴെ കടയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള കടയായിരുന്നു ഇത്. അപ്പോൾ മുകളിലെ പോർഷൻ നമ്മൾ മെല്ലെ വൈൻഡപ്പ് ചെയ്തു, അത് താഴത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇത് ഫുൾ വീടാക്കി കളയാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അപ്പോഴാണ് ഈ ചേട്ടനെ പരിചയപ്പെടുന്നത്. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എയറി ആയിരിക്കണം, പിന്നെ കൂടുതൽ ലൈറ്റ് പ്രവേശിക്കുന്ന രീതിയിലായിരിക്കണം. അപ്പം വിൻഡോസൊക്കെ വലിയ വലിയ സൈസിലേക്ക് കൺവേർട്ട് ചെയ്തു, മതിലുകൾ കുറവ്, അങ്ങനെയൊക്കെയുള്ള ഒരു ആശയമാണ്. അപ്പം അങ്ങനെയാണ് മൂപ്പരുടെ ഒരു
ഇതിൽ ഡിസൈനിൽ സ്ട്രക്ചർ ആക്കി എടുത്തതാണ്. വെറൈറ്റി. പിന്നെ എല്ലാം ഡിറ്റാച്ചബിളാണ്. ഇത് ശരിക്കും നമുക്ക് വലിച്ചു നീട്ടാം. ഇതിപ്പോൾ ഒരു ഹോൾ ആക്കണം എന്നുണ്ടെങ്കിൽ അത് ആ പ്ലഗ് ഊരിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുട്ടി നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനത്തെ കുറേ മൂപ്പരുടെ ആശയങ്ങളാണ് അതൊക്കെ. പിന്നെ ഇൻറ്റീരിയർ ഒരു ബിനീഷ് എന്ന് പറഞ്ഞ ഏട്ടൻ, മൂപ്പരാണ് കുറേ ആശയപരമായിട്ടുള്ള ഡിസൈനിൻ്റെ കുറേ ആശയപരമായിട്ടുള്ള സപ്പോർട്ടൊക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടുത്തെ എറണാകുളം ബേസ്ഡ്. സാറിൻ്റെ പേഴ്സണൽ ലൈഫും അതുപോലെ പ്രൊഫഷണൽ ലൈഫും അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു. നമുക്ക് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് സമ്മാനിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്.